ഹലോ ഫ്രണ്ട്സ്, നിലാവ് നക്ഷത്രം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടല്ലോ, ഈ ചെടികളെക്കാളും കൂടുതലായിട്ട് കോമൺ ആയിട്ട് കാണുന്നത് ഈ മാവ്, പ്ലാവ് ഇങ്ങനെയുള്ള തൈകൾ, എൻ്റെ ഗ്രാഫ്റ്റഡ് ബഡ് തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് മിക്ക വീട്ടിലും കാണാറുണ്ട് കേട്ടോ. ഇപ്പോൾ അത് എന്താ പറയുക, ആൾക്കാർക്ക് ഇപ്പോൾ അതിനോടാണ് ഒരു ട്രെൻഡ്, ഇപ്പോഴത്തെ ട്രെൻഡ് അതാണെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് നാളായിട്ട് 3-4 വർഷമായിട്ട് ഇതിലേക്ക് ഇറങ്ങിയേക്കുവാണ്. നമ്മളെ വീടുകളിലും കൂടുതലായിട്ട് ഇതുപോലെ മാവിൻ്റെയും പ്ലാവിൻ്റെയും ഒക്കെ തൈകളാണ് കൂടുതലായിട്ട് ഇപ്പോൾ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. വീട്ടിലെ ചെടികളൊക്കെ വളരെ ചുരുക്കമാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മളിങ്ങനെ വലിയ പരിപാലിച്ച് നല്ല കുട്ടപ്പനായിട്ട് കൊണ്ടുവരിക. പക്ഷേ കുറച്ചങ്ങ് ആകുമ്പോഴത്തേനും ഇതാണ് കേട്ടോ അവസ്ഥ. അതിൻ്റെ കിളിരെല്ലാം നശിപ്പിക്കുന്നു. നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അതിൻ്റെ വളർച്ച അങ്ങ് മുരടിച്ച് പോകും. അപ്പോൾ അത് മാറാനുള്ളൊരു പെർമനൻറ്റ് സൊല്യൂഷനുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. എനിക്കിവിടെ പച്ചക്കറിക്കായാലും ഫലവൃക്ഷത്തൈകൾക്കായാലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാലും ഞാൻ നന്നായി അത് കൃഷിഭവനുമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്യും. അവിടെ നമുക്ക് ഒത്തിരി നല്ല ക്ലാസ്സുകളൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. സയൻറ്റിസ്റ്റുമാരൊക്കെ നല്ല ക്ലാസ്സുകളൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് അവിടെ അത് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്രോബ്ലം ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് അവർ നിർദ്ദേശിച്ചു തന്നത് എക്കാലക്സ് പറഞ്ഞ കീടനാശിനി എക്കാലക്സ് ഒരു 1.5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് സ്പ്രേ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അത് വീക്ക്ലി വൺസ് റിപ്പീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, ഈ മാവിൻ്റെ കിളിര് ഈ വണ്ട് വന്നിങ്ങനെ വെട്ടി നശിപ്പിച്ചിടും. അത് വെട്ടി നശിപ്പിക്കുമ്പോൾ നമുക്ക് നിലത്ത് കിടക്കുന്ന കാണും. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്, അത് തിന്നിട്ട് അതിൻ്റെ ബാക്കി ഇട്ടേക്ക് വന്ന. പക്ഷേ അതല്ല കേട്ടോ, ശരിക്കുമുള്ള അതിൻ്റെ ആക്ച്വൽ പ്രോബ്ലം അതല്ല. ഇതൊരു വണ്ട്, അത് വെളുപ്പാങ്കാലത്ത്, അതായത് രാത്രിയിൽ ഒരു 2-3 മണി, വെളുപ്പാങ്കാലത്ത് 2-3 മണി ടൈമിലൊക്കെയാണ് ഇതിൻ്റെ ആക്രമണം ഉണ്ട്. അതിൽ പകലൊന്നും ഈ സാധനം നമ്മളെ മാവിനെ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. ആ സമയത്ത് ഇത് വന്നിട്ട് ഈ മാവിൻ്റെ കിളിരല അറുത്തിടും. അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ കിളിരലെ വന്ന് അത് മുട്ടയിടുകയാണ് ചെയ്യുന്നത്. ഈ മുട്ട വിരിയണമെങ്കിൽ ഇതിന് ഈ മണ്ണുമായിട്ട് ലയിച്ച് അതിന് മുട്ട വിരിയാൻ പറ്റത്തുള്ളൂ. അതിനാണ് ഇത് അറുത്ത് തറയിലിടുന്നത്. നിലത്തിടുമ്പോൾ അത് മണ്ണുമായിട്ട് കൂടി ചേർന്ന് അത് ആ മുട്ട വിരിഞ്ഞ് വീണ്ടും വണ്ടുകളായി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള നമ്മൾ എന്നാ മരുന്ന് സ്പ്രേ ചെയ്താലും ഒക്കെ അത് 2-3 ദിവസത്തേന് വരത്തില്ല. പിന്നെ അത് വീണ്ടും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഈ കിളിരലയെല്ലാം നമ്മൾ നശിപ്പിക്കണം. ഇതെല്ലാം തൂത്തുപറക്കി തീയിട്ട് തന്നെ ഇത് നശിപ്പിച്ച് കളയണമെന്നാണ് ഡോക്ടേഴ്സൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്. അത് നശിപ്പിച്ചതിന് ശേഷം അതിപ്പോൾ നശിപ്പിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ മരുന്ന് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ അത് വീക്ക്ലി വൺസ് കുറച്ചും കൂടി കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ശല്യം പൂർണ്ണമായിട്ടും മാറ്റി കിട്ടും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഞാനിന്ന് അതിപ്പോൾ ടൈം ഇതാണ്ട് സന്ധ്യ ആവാറായി. അത് നമ്മൾ ഈവനിങ് വേണം ഈ മരുന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. 1.5 ml എക്കാലക്സ് അത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കണം. അടിയിലും അതിൻ്റെ കിളുന്ത ഇലകളിലും അതിന് മോൾവശവും താഴ്വശവും എല്ലായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനൊപ്പം തന്നെ ഈ അടിയിൽ കിടക്കുന്ന ഈ കിളിരിലയെല്ലാം തൂത്തുവാരി തീയിട്ട് നശിപ്പിക്കുകയും ചെയ്യുക. ഈ 2 കാര്യം എനിക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലം നമുക്ക് കുറച്ച് ദിവസം എടുക്കും. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും അതിനുവേണ്ടി വെയിറ്റിങ്ങിലാണ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെ പരീക്ഷണം വിജയിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. ഇപ്പോൾ 1.5 ആഴ്ച കഴിഞ്ഞു. അതിന് റിസൾട്ട് ഇതാ നല്ല സൂപ്പറായിട്ട് എൻ്റെ മാവിൻ്റെ കമ്പുകളൊക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. പുതിയ കിളിപ്പൊക്കെ വന്നു. അതിലെങ്ങും ഒരു ആക്രമണവും ഉണ്ടായിട്ടില്ല. നല്ല സ്ട്രോങ് ആയിട്ട് വന്നേക്കുന്നു. പറഞ്ഞ പോലെ തന്നെ എക്കാലക്സ് 3 ഡേയ്സ് കൂടി ഇപ്പം സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെയ്തത്. അതിൻ്റെ ഒപ്പം തന്നെ അന്ന് ആ മൂട്ടി കിടന്നിരുന്നത് ഞാൻ കാണിച്ചു തന്നിരുന്നല്ലോ, ആ കിളിപ്പെല്ലാം വാരി കത്തിച്ച് കളഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെ മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. അപ്പം പിന്നെ വന്ന കിളിപ്പിലൊന്നും ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. 3 തവണ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ ആവുകയും ചെയ്തു. ഇനിയിപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പുതിയ കിളിപ്പ് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കൊടുത്താൽ മാത്രം മതി. ഇനി പെസ്റ്റിസൈഡ് വല്ലതും അലർജി ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഞാൻ നേരത്തെ ഒരു പച്ചക്കറി കൃഷിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചീമക്കൊന്നയുടെ ഇല ഉണ്ടല്ലോ, അത് ഒരാഴ്ച വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ ചാറ് അത് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. ഇതിൻ്റെ സ്മെല്ല് കാരണം ഈ വണ്ട് അടുക്കരുത്. അതാണ് നമ്മളുടെ മെയിൻ ഉദ്ദേശം. അതിൻ്റെ കൂടെ തന്നെ മറ്റേ ഞാൻ പറഞ്ഞ പോലെ ആ കിളിപ്പ് തറയിൽ കിടക്കുന്നത് നമ്മൾ നശിപ്പിച്ച് കളഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. അപ്പം ഇങ്ങനെ പ്രോബ്ലം ഉള്ളവർ ഇത് തന്നെ തിരഞ്ഞെടുക്കണം. ഇന്ന് ഞാൻ വന്ന വഴി കണ്ടതാണ്, ഈ മാവിൻ്റെ കിളിപ്പ് വന്നതിലത്ത് പ്ലാസ്റ്റിക് കവറിട്ട് കെട്ടിവെച്ചേക്കുന്നു. കാരണം ഇതിൻ്റെ ആക്രമണം അത്രയ്ക്ക് രൂക്ഷമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതാണ് ബെസ്റ്റ് മെത്തേഡ്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ മിക്കവർക്കും ഇതുപോലെ തൈമാവിൻ്റെ കമ്പ് ഉണങ്ങിപ്പോകുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനത് പരീക്ഷിച്ചിട്ടുമുണ്ട്, സക്സസ് ആയിട്ടുമുണ്ട്. അതായത് നെക്സ്റ്റ് വീഡിയോയിൽ അതുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.